ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ പഠിക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 10 നമ്മളിപ്പോൾ വായിക്കുന്നത്, പഠിച്ചു വരുന്നത്. അധ്യായം 10 കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടു. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ 8, 9, 8ാമത്തെ അധ്യായത്തിൽ കുന്തി മഹാറാണിയുടെ സ്തുതിയുണ്ട്. 9ാമത്തെ അധ്യായത്തിൽ ഭീഷ്മ പിതാമഹന്റെ വിയോഗത്തെ കുറിച്ച് പറയുന്നു. ഭീഷ്മസ്തുതിയും അവിടെ വരുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? രാജ്യം യുധിഷ്ഠിര മഹാരാജാവിന് കിട്ടുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ചക്രവർത്തിയാവുന്നു. യുധിഷ്ഠിര മഹാരാജ് ലോകം മുഴുവനും ഭരിക്കുന്നു. എല്ലാം കഴിഞ്ഞു, എല്ലാം ആയി. ഭഗവാൻ ഉദ്ദേശിച്ച പോലെ, ഭഗവാൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു. ഇനി അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹം തിരിച്ച് ദ്വാരകയിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നതായിരുന്നു. നമുക്കറിയാം, പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടി, പാണ്ഡവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങോട്ടേക്ക് കുറച്ച് മാസങ്ങൾ വരുന്നതാണ്. അപ്പോൾ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഭഗവാൻ ആഗ്രഹിച്ച പോലെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. പാണ്ഡവരെ പോലുള്ള നല്ല ഭക്തർക്ക് അവർക്ക് രാജ്യം ഭരിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. അധർമ്മികൾ അവസാനിക്കുന്നു. അതിനുശേഷം ഭീഷ്മ പിതാമഹൻ, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ, അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. മനോഹരമായിട്ടുള്ള ഭീഷ്മസ്തുതി. അപ്പോൾ ഭഗവാനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ശരീരം വിടുന്നത്. അതെല്ലാം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ സ്നേഹം, ഭീഷ്മ പിതാമഹനോടുള്ള സ്നേഹം. ഇനി
അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു അധ്യായം പറയുന്നത് അതാണ്. ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ ശൗനക ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു, അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യം കിട്ടി. ധർമ്മഭൃതാം വരിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കൂടി അവരെല്ലാവരും ചേർന്ന് രാജ്യം ഭരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങനെ എന്തായിരുന്നു അതിനുശേഷം നടന്നത് എന്നാണ് ചോദിക്കുന്നത് ശൗനകാദി ഋഷികൾ. സൂത ഗോസ്വാമി അതിന് ഉത്തരം പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ചക്രവർത്തിയാവുന്നു. ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്നത് 4-ാമത്തെ ശ്ലോകം മുതൽ 4-ഉം 5-ഉം 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും ശ്ലോകത്തിൽ നമുക്ക് കാണാം എങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭരണത്തിൽ വന്നതിന് ശേഷം ആ രാജ്യത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതായത് എല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതലായിരുന്നു. നല്ല മഴ, എല്ലാവിധ ധാന്യങ്ങളും ആവശ്യത്തിനേക്കാൾ കൂടുതൽ, പാലാണെങ്കിൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ, ഭൂമിദേവി കനിഞ്ഞു കൊടുക്കുമായിരുന്നു. എല്ലാം അങ്ങനെയായിരുന്നു. മാത്രമല്ല വളരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രജകളും വളരെ നല്ല രീതിയിൽ രാജാവ് പറയുന്നതനുസരിച്ച് ഭക്തിമാർഗത്തിൽ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തിനു പറയണം, സമുദ്രമാണെങ്കിൽ, മലകളാണെങ്കിൽ, അല്ലെങ്കിൽ കുന്നുകളും മലകളും കാടുകളും എല്ലാം അതിന് എന്താണോ അത് തരേണ്ടത്, പ്രകൃതിയുടെ ആ ഒരു നിയമം അനുസരിച്ച് അതെല്ലാം ആവശ്യത്തിനേക്കാൾ കൂടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു രാജ്യം ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഭൂമിദേവി അല്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞു കൊടുക്കുന്നു? എന്തുകൊണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ട് രാജ്യത്ത്? കാരണം രാജാവ് അങ്ങനെയാണ്. രാജാവ് ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹം എല്ലാവിധ യജ്ഞങ്ങളും എല്ലാവിധ ഭഗവത് സേവനങ്ങളും ഒക്കെ രാജ്യത്ത് അദ്ദേഹം അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അപ്പോൾ രാജാവ് എങ്ങനെയാണോ യത് ആചരതി ശ്രേഷ്ഠോ തത്ത് ഏവേതരോജന, രാജാവ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും പ്രജകൾ. രാജാവ് നല്ല രാജാവാണെങ്കിൽ അതനുസരിച്ച് പ്രജകൾ അത് ഫോളോ ചെയ്യും. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നല്ല ഒരു റൂളർ വേണമെന്നുള്ളത്, നല്ലൊരു ലീഡർ വേണമെന്നുള്ളത്. അത് ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഭൂമിദേവി കനിഞ്ഞു കൊടുക്കുമായിരുന്നു. ഒന്നിനും ഒരു ക്ഷാമവുമില്ല അങ്ങനത്തെ ഒരു സമയം. അതിനുശേഷം ഇനി എല്ലാ പ്രജകളോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. 6-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള വ്യാധികൾ, അസുഖങ്ങളില്ല, ഒരു തരത്തിലുള്ള വ്യാകുലതകളില്ല, ടെൻഷൻ ഇല്ല, ആങ്സൈറ്റി ഇല്ല. നമുക്കൊക്കെ ഉള്ളതുപോലെ വ്യാകുലതയും, നമുക്കൊക്കെ ഇപ്പോൾ എപ്പോഴും ടെൻഷനും വ്യാകുലതയും ഒക്കെയാണ്. എന്ത് സംഭവിക്കും, ഇനി എന്തായിരിക്കും, എങ്ങനെയാണ്? ഇവരെ സംബന്ധിച്ച് അവരാരും ഒന്നും തന്നെ അവരെ അലട്ട് ചെയ്യുന്നില്ല. കാര്യം അവര് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നതനുസരിച്ച് ജീവിച്ചു വരുന്നു. യുധിഷ്ഠിര മഹാരാജാവാണെങ്കിൽ ഭക്തനാണ്. അപ്പോൾ അനുസരിച്ചിട്ടുള്ള എല്ലാവിധ ഫെസിലിറ്റീസും അവർക്ക് കൊടുത്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. പ്രജകളെല്ലാം അതനുസരിച്ച് അവര് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയതുകൊണ്ട് അവിടെ ഒരു വ്യാകുലതയില്ല, അസുഖങ്ങളില്ല. ഈവൻ പറയുന്നു പ്രകൃതി വരെ, ചൂടും തണുപ്പും വരെ വളരെ കൺട്രോൾഡ് ആയിരുന്നു. അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല. നല്ല കാലാവസ്ഥ, എല്ലാവർക്കും സന്തോഷം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ക്ലേശങ്ങളോ ആരും അനുഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു രാജ്യം ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി അതിനുശേഷം 7-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 7-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു നോക്കാം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് സൂത ഗോസ്വാമി പറയുകയാണ്.
उषित्वा हस्तिनापुरे मासान् कतिपयान् हरिः सुहृदां च विशोकाय स्वासुश्च प्रियकाम्यया. ആരെങ്കിലും ശ്ലോകം വായിക്കാം? കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃതാം ച വിശോകായ സ്വസുച്ച പ്രിയകാമയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ വായിക്കട്ടെ പ്രഭു. യെസ്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരിഃ സുഹൃദാം ച വിശോകായ സ്വസുച്ഛ പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും വായിക്കണോ? ശ്ലോകം വായിക്കണമെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉഷിത്വാ ഹസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃദാം ച വിശോകായ സുനിഷ്ഠ പ്രിയകാമ്യയ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും ഇനി വായിക്കാനുണ്ടോ? ഓക്കെ. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഭാവാർത്ഥം വിവർത്തനം കൂടെ വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കാം പ്രഭു. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ്. ശിലപ്രഭുപാദ് കി ജയ്. ശ്രീഹരി ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ സ്വാന്തനിപ്പിക്കുവാനും സഹോദരിയെ സുഭദ്ര സന്തോഷിപ്പിക്കാനുമായി അല്പമാസങ്ങൾ കൂടി ഹസ്തിനപുരിയിൽ താമസിച്ചു. ഭാവാർത്ഥം. കുരുക്ഷേത്ര യുദ്ധാനന്തരം മഹാരാജാവ് യുധിഷ്ഠിരന്റെ കിരീടധാരണം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വരാജ്യമായ ദ്വാരകയിലേക്ക് യാത്ര പുറപ്പെടേണ്ടതായിരുന്നു. എന്നാൽ യുധിഷ്ഠിരന്റെ അഭ്യർത്ഥനയെ മാനിച്ചും ഭീഷ്മദേവനോടുള്ള സവിശേഷ ദാക്ഷിണ്യം പ്രകടിപ്പിക്കാനുമായി ഭഗവാൻ പാണ്ഡവരുടെ രാജധാനിയായ ഹസ്തിനപുരിയിൽ താൽക്കാലികമായി വസിച്ചു. മുഖ്യമായും ദുഃഖിതനായ രാജാവിനെ സ്വാന്തനപ്പെടുത്തുവാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയെ സന്തോഷിപ്പിക്കാനുമായി ആണ് ഭഗവാൻ സ്വല്പകാലം താമസിച്ചത്. വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഏകപുത്രനായ അഭിമന്യുവിനെ നഷ്ടപ്പെടുകയാൽ സുഭദ്രയെ പ്രത്യേകം ശ്രദ്ധ നൽകി സ്വാന്തനപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അഭിമന്യു തന്റെ പത്നിയും മഹാരാജാവ് പരീക്ഷത്തിന്റെ മാതാവുമായ ഉത്തരയെ വിട്ടുപോയി. ഏതു നിലയിലും തന്റെ ഭക്തരെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ ഭഗവാൻ സദാ ആനന്ദിക്കുന്നു. പരിപൂർണനായ ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ഭാഗം അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. താങ്ക് യു പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ ഹരി. ഇവിടെ പറയുന്നത് ഓക്കെ, ഉഷിത്വ ഹസ്തിനാപുരേ, അതായത് ഉഷിത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നു. എവിടെ? ഹസ്തിനാപുരത്തിൽ. മാസാൻ കതിപയാൻ ഹരിഹി, കുറച്ചും കൂടെ മാസങ്ങൾ അദ്ദേഹം എവിടെ? ആര് താമസിക്കുന്നു? ഹരി, ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണന്റെ വേറെ പേരാണ് ഹരി. ഹരി എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ മീനിങ്? അപഹരിക്കുക എന്ന് കേട്ടോ. ഹനിക്കുന്നവൻ. ഹനിക്കുന്നവൻ. ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോ നമ്മളുടെ ദുരിതങ്ങൾ നീക്കണം എന്നുള്ള അതാണോ അർത്ഥം? ഹരിക്കുക, അപഹരിക്കുക എന്ന് പറഞ്ഞാൽ, ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി മാറ്റുക അല്ലെങ്കിൽ എടുക്കുക, തട്ടിയെടുക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. എന്താണ് ഭഗവാൻ തട്ടിയെടുക്കുന്നത്? നേരത്തെ മാതാജി പറഞ്ഞ പോലെ നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം അദ്ദേഹം എടുത്ത് കളയുന്നു. എങ്ങനെയാണെങ്കിൽ? നമ്മൾ ഭക്തരാണെങ്കിൽ, നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇതെല്ലാം എടുത്ത് മാറ്റുന്നു. നമ്മളിൽ നിന്ന് എല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു. നമ്മൾ എന്തൊക്കെ അതായത് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ
അഹം ത്വം സർവ പാപേഭ്യോ, എല്ലാ പാപങ്ങളും ശരണം പ്രാപിച്ചാൽ മാത്രം മതി. ഈ ജന്മത്തിലെ അല്ല, ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഞാൻ മാറ്റാൻ തയ്യാറാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഭഗവാൻ അതെല്ലാം നമ്മളിൽ നിന്ന് എടുക്കുന്നു. അതാണ് ഹരേ കൃഷ്ണ. എല്ലാം തട്ടിയെടുക്കുന്നത് നല്ലതാണ്. അല്ലെ? ഇങ്ങനെയുള്ള നമ്മളിലുള്ള അനർത്ഥങ്ങളും പാവങ്ങളും ഒക്കെ അദ്ദേഹം എടുക്കുന്നു. ഹരി. അപ്പോൾ ഭഗവാൻ ഇവിടെയും ഹരി എന്നുള്ള ഭഗവാനെ അഭിസംബോധന ചെയ്തതിനും കാരണമുണ്ട്. കാര്യം എന്താണ്? കൗരവര് അല്ലെങ്കിൽ പാണ്ഡവർക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നുപോയി. അങ്ങനെ അവരെ എല്ലാവരുടെയും ദുരിതങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുള്ള സമയത്ത് ഭഗവാൻ കൂടെ നിന്ന് എല്ലാം മാറ്റിക്കൊടുക്കുന്നു, അവരെ സഹായിക്കുന്നു, അവരെ കൂടെ ഉണ്ടാവുന്നു എപ്പോഴും, അല്ലെ? അപ്പൊ അങ്ങനെ അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കുന്നു ഭഗവാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹസ്തിനാപുരത്തിൽ കുറച്ചു മാസം കൂടെ അദ്ദേഹം താമസിക്കുന്നു. അവിടെയുള്ള അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങൾ പാണ്ഡവരെ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയും, പ്രത്യേകിച്ചും സുഭദ്രാദേവിയെ കുറിച്ച് ഇവിടെ പറയുന്നു. ഭഗവാന്റെ സഹോദരിയാണ് സുഭദ്ര. സുഭദ്രാദേവിയുടെ ഭർത്താവ് അഭിമന്യു മരിക്കുന്നു. മകൻ, ഭർത്താവ് അർജുനനാണ്. മകൻ മരിക്കുന്നു. മകൻ ചെറുപ്പമായിരുന്നു. ഉത്തരയെ വിവാഹം കഴിച്ചിരുന്നു, ഉത്തരാദേവി വിവാഹം കഴിച്ചിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഓൾറെഡി ഉത്തരാദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്നു. അപ്പോൾ 16 വയസ്സ് ഏകദേശം അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അഭിമന്യുവിന്. അഭിമന്യു മരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും തൽക്കാലത്തേക്ക് കുറച്ചു നേരത്തേക്ക് മ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഇടയിൽ ശബ്ദം വരുന്നുണ്ട്. ഓക്കെ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. സുഭദ്രാദേവി ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. കാര്യം അത്ര പ്രായമായിട്ടുണ്ടായിരുന്നില്ല മകൻ മരിക്കുന്നു, യുദ്ധത്തിൽ മരിക്കുന്നു. മകന്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഉത്തരാദേവി ഗർഭിണിയായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഗർഭത്തിലുണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവായിരുന്നു. വളരെ വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവർക്ക്. പിന്നെ മാത്രമല്ല, നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? യുദ്ധവുമായി സംബന്ധിച്ച് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും യുധിഷ്ഠിര മഹാരാജാവാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് വിഷമമായിരുന്നു. ഞാൻ കാരണമാണ് ഈ യുദ്ധമെല്ലാം നടന്നത്, ഞാൻ കാരണമാണ് എല്ലാവരും മരിക്കുന്നത്, ഇത്രയും ആളുകളുടെ മരണത്തിന് കാരണം ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം പഴിയെടുക്കുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ അദ്ദേഹത്തിൽ കണ്ടു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അവിടെ വീണ്ടും നിൽക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ നമ്മൾ കുന്തിസ്തുതി നടക്കുന്ന സമയത്ത് കുന്തി മഹാറാണി ഭഗവാനെ സ്തുതിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ്? ഭഗവാൻ യുദ്ധം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രാവശ്യം ഇറങ്ങുന്നതാണ്. ആ സമയത്ത് കുന്തി മഹാറാണിയും യുധിഷ്ഠിര മഹാരാജാവും എല്ലാവരും വന്ന് വീണ്ടും ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പോകരുത്, കുറച്ച് ദിവസം കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്നു. അതനുസരിച്ച് ഭഗവാൻ കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞു. ഭീഷ്മ പിതാമഹന്റെ വിയോഗം കഴിഞ്ഞു. ഭീഷ്മ പിതാമഹനെ അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചു. ഭഗവാനെ കണ്ടുകൊണ്ട് ഭീഷ്മ പിതാമഹൻ മരിക്കുന്നു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ ആധ്യാത്മിക ലോകത്തിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം, അവിടെ ഉണ്ടായിരുന്ന താൽക്കാലികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് ദ്വാരകയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, സുഭദ്രാദേവിയുടെ ആ ഒരു വിഷമം, സുഭദ്രാദേവിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കുറച്ചും കൂടെ ദിവസം നിന്നു എന്നുള്ളത്. സോ സുഭദ്രാദേവിക്ക് സപ്പോർട്ട് കുന്തി മഹാറാണിക്കും പാണ്ഡവർക്ക് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു കുറച്ച് ദിവസം കൂടെ കൃഷ്ണൻ കൂടെ താമസിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കുന്നു കൃഷ്ണൻ ഭഗവാൻ. അതാണ് നമ്മളിവിടെ
കാണുന്നത്, ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഈ ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗത്ത് ശിലപ്രഭാജി പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഭക്തർക്ക് വേണ്ടി, ഭക്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഭക്തരുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. അദ്ദേഹം ഏത് രീതിയിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹം ഭക്തരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. ഇതാണ് ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളാണ് ശരിക്കും സംസിദ്ധിർ ഹരിതോഷണം. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും സ്വാർത്ഥമായിട്ട് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. ഭഗവാനെ മറക്കുന്നു. ഭഗവാന്റെ സന്തോഷം ആർക്ക് വേണം, അല്ലേ? ഇതാണ് ഓരോരുത്തരുടെയും ചിന്താഗതി. ലോകത്തിലെ എല്ലാവരും നമ്മൾ കാണുന്നു എങ്ങനെയാണ് ലോകം ഓടുന്നത്. ഭക്തരുടെ ഇടയിൽ പോലും ആ ഒരു ഭാവം നമുക്ക് എത്ര പേർക്കുണ്ട്? ഞാൻ ചെയ്യുന്നതെല്ലാം ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, നാമം ജപിക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. ശരിയാണ്, നമ്മുടെ ശുദ്ധീകരണം നടക്കണം, അതൊക്കെ കറക്റ്റാണ്, നമ്മുടെ ശുദ്ധീകരണത്തിന് സഹായിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാവുന്നുള്ളത്. ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി, അപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു നല്ലൊരു മകനോ മകളോ, അതായത് നല്ല മകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല അനുസരണയുള്ള കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നു, ചിട്ടയോടുകൂടി ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും, ഇല്ലേ? അതേപോലെ തന്നെ ടീച്ചേഴ്സ്, സ്കൂളിലെയും കോളേജിലെയും ടീച്ചേഴ്സിനും ഒരുപാട് സന്തോഷം ഉണ്ടാവും. അതേപോലെയാണ് നമ്മൾ നല്ല കുട്ടികളായി കഴിഞ്ഞാൽ ഭഗവാൻ ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ആരും അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഭഗവാനാണെങ്കിലോ ഭക്തരുടെ സന്തോഷവും ക്ഷേമവും എല്ലാം അദ്ദേഹം നോക്കുകയാണ്. എഗെയിൻ അദ്ദേഹം സമൂഹം സർവഭൂതേഷു, എല്ലാവരുടെയും കാര്യം നോക്കുന്നുണ്ട്. ആരോടും പക്ഷാഭേദം കാണിക്കുന്നില്ല. എന്നാലും അദ്ദേഹം ഭക്തരോട് അദ്ദേഹത്തിന് ഒരു വാത്സല്യം കൂടുതലാണ്. അദ്ദേഹത്തിന്റെ വാത്സല്യം, ഒരു സ്നേഹവും കൂടുതലുണ്ട്. അത് പക്ഷാഭേദമല്ല, നാച്ചുറലാണ്. കാര്യം ചിട്ടയോടുകൂടി, ശ്രദ്ധയോടുകൂടി, അനുസരണയോടുകൂടി, ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച്, ഭഗവാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരോട് തീർച്ചയായിട്ടും ഭഗവാന് കൂടുതൽ സന്തോഷവും സ്നേഹവും ഉണ്ടാവും, അല്ലെ? അപ്പൊ ഭഗവാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇതാണ് ഇവിടെ പറയുന്നത്. എന്തും. അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം നോക്കുന്നില്ല. ഒന്ന് നോക്കൂ, അദ്ദേഹം രഥം ഓടിക്കുന്ന അർജുനന്റെ ഡ്രൈവറായി മാറുന്നു അദ്ദേഹം. പരമദിവ്യത്വ പുരുഷനാണ് അദ്ദേഹം. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണം, എല്ലാത്തിന്റെയും കാരണമായിട്ടുള്ള ആ ഭഗവാനാണ് അഹം സർവസ്യ പ്രഭോ മതാ സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേ മാം. അതാണ് ഭഗവാന്റെ പൊസിഷൻ. എന്നിട്ട് ആ ഭഗവാൻ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടി ഏത് പൊസിഷൻ എടുക്കാനും തയ്യാറാണ്. അർജുനന്റെ തേര് ഓടിക്കുന്ന തേരാളിയായിട്ട് അദ്ദേഹം വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ ഭീഷ്മ പിതാമഹന്റെ ആഗ്രഹമായിരുന്നു കൃഷ്ണൻ ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം ഇടണമെന്നുള്ളത്. അതും അദ്ദേഹം സാധിപ്പിച്ചു കൊടുത്തു. ഭക്തർ ആഗ്രഹിച്ചു, അത് സാധിപ്പിക്കുന്നു. ആക്ച്വലി ഇവിടെ ഹസ്തിനാപുരത്തിൽ ഇത്രയും ദിവസം അദ്ദേഹം നിൽക്കുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ദ്വാരകയില് അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. അവിടെ 16,108 ഭാര്യമാരുണ്ട്. അതിനപ്പുറത്ത് അവിടെയുള്ള ദ്വാരകവാസികൾ, ദ്വാരകയിലെ എല്ലാ പ്രജകളും കൃഷ്ണനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്, അല്ലെ? എത്രയോ മാസങ്ങളായിട്ട്. അദ്ദേഹത്തിന് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് അറിയാം അവിടെ എല്ലാവരും കാത്തിരിക്കുന്നു എന്നുള്ളത്. എന്നാലും അദ്ദേഹം ഒന്നും നോക്കൂ. കാര്യം പാണ്ഡവര് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ സുഭദ്രദേവിയുടെ കാര്യമാണെങ്കിലും പാണ്ഡവരുടെ കാര്യമാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അവർക്ക് ഭഗവാൻ കൃഷ്ണന്റെ ഒരു സാന്നിധ്യം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഭഗവാന്റെ സ്നേഹം. അതായത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര
പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ശരിക്കും ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു സംശയമില്ല ഈ കാര്യത്തില്, ഒരു സംശയവും വേണ്ട. പാണ്ഡവർക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. ദ്വാരകയിൽ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെയെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നോക്കുന്നു എവിടെയാണ് കൂടുതൽ എന്റെ ഒരു സാന്നിധ്യം ആവശ്യമുള്ളത്, അദ്ദേഹം അവിടെ നിൽക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർക്ക് മനസമാധാനം വരുന്നവരെ, അവരൊന്ന് ശാന്തമാവുന്നവരെ കൂടെ നിൽക്കുന്നു, കൂടെ നിന്ന് അവരെ സമാധാനിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രം. ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭഗവാൻ കടന്നു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. നമ്മൾ ശരിക്കും ഭഗവാനെ ആരാധിക്കുന്നുണ്ട്, അതായത് ഉള്ളിൽ നിന്ന് ആ സ്നേഹമുണ്ട് നമുക്ക് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഭക്തരുടെ സന്തോഷവും ക്ഷേമവുമാണ് അദ്ദേഹം നോക്കുന്നത്. ഭക്തർ എന്ത് പറയുന്നു അത് കേൾക്കാനും തയ്യാറാണ്. അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വിജ. അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രത്തിൽ പറയുന്നു, ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പാണ്ഡവരുടെ കാര്യത്തിൽ നമുക്കറിയാം. ഇനി ഇതല്ലാതെ വേറെ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഭാഗവത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചൈതന്യ ലീലയിൽ നോക്കുവാണെങ്കിലും ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല നോക്കുമ്പോൾ അവിടെ ഭഗവാൻ മഹാപ്രഭുവിന്റെ അമ്മ ശച്ചിമാത പറയുന്നു, നീ വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കുറിച്ച് വിവരങ്ങൾ കിട്ടില്ല, ഇത്രയും ദൂരം പോണം. സന്യാസം എടുത്തതിനു ശേഷം അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായതാണ്. ശച്ചിമാതയുടെ നിർബന്ധം പ്രകാരം അദ്ദേഹം വൃന്ദാവനം മാറ്റി ജഗന്നാഥ്പുരിയിലാക്കുന്നു. ഇപ്പൊ ജഗന്നാഥ്പുരിയിൽ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണ് നിന്നെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടി, അതുകൊണ്ട് നീ ജഗന്നാഥ്പുരിയിൽ ഇരുന്നാൽ മതി. എന്താണ് മഹാപ്രഭു പറഞ്ഞത്? ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല, എന്താണോ അമ്മയുടെ ആഗ്രഹം അതേപോലെ ഞാൻ ചെയ്യാം. അതാണ്, അതായത് അമ്മ അത് ആഗ്രഹിച്ചു. ഇവിടെ ശിലപ്രഭാത് ഭാവത്തിൽ പറയുന്നതാണ്, ഭക്തർക്ക് എന്താണോ ശുദ്ധഭക്തരെ പ്ലീസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ആക്ച്വലി നമ്മളാണ് ഭഗവാനെ പ്ലീസ് ചെയ്യേണ്ടത്. അതാണ് ശരിക്കും സംസിദ്ധിർ ഹരിതോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ പ്ലീസ് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കണം. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ഭഗവാന്റെ ഭക്തർക്ക് അവരുടെ സന്തോഷമാണ് ഭഗവാൻ നോക്കുന്നത്. ആക്ച്വലി ഭക്തരും ഭഗവാനും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ശുദ്ധഭക്തരാണെങ്കിൽ എപ്പോഴും ഭഗവാനെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നു, ഭഗവാനാണെങ്കിൽ ഭക്തരെ പ്ലീസ് ചെയ്യാൻ നോക്കും. ഹരിബോൾ. ഭക്തരുടെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഭഗവാന്റെ ആഗ്രഹം എന്റെ ഭക്തരുടെ കൂടെ ഞാനുണ്ടാവണം, അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. അതാണ് ഭഗവാൻ. ശച്ചിമാത പറഞ്ഞു, ജഗന്നാഥ്പുരിയിലേക്ക് പോയാൽ മതി, വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കുറിച്ച് ഒരു വിവരവും കിട്ടില്ല, അതുകൊണ്ട് ജഗന്നാഥ്പുരിയിൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, അമ്മ പറയുന്ന പോലെ എന്ന് പറഞ്ഞു. വേറൊരു സാഹചര്യത്തിൽ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം വൃന്ദാവനത്തിലേക്ക് പോകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം ബംഗാളിലേക്കൊക്കെ വന്ന് സനാതൻ ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും കണ്ടതിന് ശേഷം അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങി വന്ന് പോവാണ്. കുറെ ആളുകളെയൊക്കെല്ലാം മീറ്റ് ചെയ്തു, രൂപ സനാതനെല്ലാം കണ്ടു. അതിനുശേഷം അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് സനാതൻ ഗോസ്വാമി ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തോട്. സനാതൻ ഗോസ്വാമി പറഞ്ഞു, കാര്യം മഹാപ്രഭു അവിടെ വന്ന സമയത്ത് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു ഗ്രാമം വിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആൾക്കൂട്ടങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ കൂടെ വരുന്നുണ്ട്, കൂടെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഹാപ്രഭുവിനെ. അപ്പോൾ ആ സമയത്ത് സനാതൻ ഗോസ്വാമി പറയുന്നു ചൈതന്യ മഹാപ്രഭുവിനോട്, ഇങ്ങനെ അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? കാര്യം സനാതൻ ഗോസ്വാമിക്ക് അറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ വൃന്ദാവനത്തിലേക്ക് പോയി എന്താണ് അദ്ദേഹം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ഒരു ഭാവം അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ആഗ്രഹം സനാതൻ ഗോസ്വാമിക്ക് അറിയാമായിരുന്നു. അപ്പോൾ മഹാപ്രഭുവിനോട് പറയുന്നു, അങ്ങ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം നടക്കില്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായം അങ്ങ് ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകണ്ട, തിരിച്ച് ജഗന്നാഥ്പുരിയിലേക്ക് പൊക്കോളൂ. വേറൊരു സാഹചര്യത്തിൽ ആരുമില്ലാത്ത സമയത്ത് തനിയെ പോയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ശില സനാതൻ ഗോസ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ശരി സനാതൻ, നീ എന്താണ് പറയുന്നത് അതാണ് ശരി, ഞാനത് ഫോളോ ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജഗന്നാഥ്പുരിയിൽ നിന്ന് ബംഗാളിലേക്ക് വന്ന് അവരെ കുറെ ഭക്തരെ എല്ലാവരെയും കണ്ട് തിരിച്ച് ആക്ച്വലി വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴിയാണത്. വൃന്ദാവനത്തിൽ പോകുന്ന വഴിയിലാണ് അദ്ദേഹം ബംഗാളിൽ പോകുന്നത്. അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകുമായിരുന്നു. പകുതി ദൂരത്തിനേക്കാൾ മുകളിൽ അദ്ദേഹം നടന്നു എത്തി അവിടെ. അപ്പോഴാണ് സനാതൻ ഗോസ്വാമി പറയുന്നത് ഇങ്ങനെ. ഒന്നും വേണ്ടിയില്ല, തിരിച്ച് അദ്ദേഹം ജഗന്നാഥ്പുരിയിലേക്ക് വന്നു. അദ്ദേഹം അത് കേട്ടു. സനാതൻ ഗോസ്വാമി പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് എന്റെ ഭക്തർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞു അദ്ദേഹം. ഒന്ന് ആലോചിച്ചത്, 3/4 ദൂരം ഇത് നടക്കുവാണ്, ഫ്ലൈറ്റ് പിടിച്ചല്ല പോകുന്നത്. ഇത്രയും ദൂരം നടന്ന് ഏകദേശം പകുതിയേക്കാൾ മുകളിൽ ഓൾറെഡി അദ്ദേഹം നടന്നു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് മാനിച്ചു അദ്ദേഹം തിരിച്ച് ജഗന്നാഥ്പുരിയിലേക്ക് വരുന്നു. ഇതാണ് ഭഗവാൻ. ഇപ്പോൾ ചൈതന്യ ലീല എടുക്കുവാണെങ്കിലും കൃഷ്ണലീലയിൽ നമുക്ക് കാണാം, ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഭഗവാൻ. നമുക്കുള്ള പാഠമാണിത്. ഈ ഒരു ഭാവാർത്ഥത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ലെസനാണ്. നമ്മളും ഈ ഭഗവാന്റെ ഇന്നർ സർക്കിളിലേക്ക് വരാൻ വേണ്ടി നമ്മളും ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഇവിടെ ശിലപ്രഭുജി അവസാനത്തെ വരിയിൽ പറയുന്നു, ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ ബന്ധുക്കളായിട്ടോ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ടവരായിട്ടോ മാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വെറുതെ എല്ലാവർക്കും ആ പൊസിഷൻ കിട്ടൂല്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. സോ നമുക്കുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ്? ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് വരാൻ നമ്മളും ഫസ്റ്റ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. ആഗ്രഹം ഉണ്ടാവുക, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട സാധന നല്ല രീതിയിൽ ചെയ്യുക, വളരെ വിനയത്തോടു കൂടി ഗുരുജനങ്ങളെ അനുസരിച്ചുകൊണ്ട്, ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഗുരുജനങ്ങളോട് ദീക്ഷാഗുരു ശിക്ഷാഗുരു നമ്മളെ ഭക്തി മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ സിറ്റുവേഷനിലും ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് കിടക്കാനുള്ള വീടുണ്ട്, അതേപോലെ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ശ്വസിക്കാനുള്ള വായുവുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇതെല്ലാം ഭഗവാൻ തരുന്നു. ഇതെല്ലാം തരുന്നതിന് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഭക്തിയുത സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം തന്നിട്ടുള്ളത്. മനുഷ്യജന്മം തന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ തരുന്നുണ്ട്. സത്സംഗം നമുക്ക് തരുന്നുണ്ട്. ഷീല പ്രഭുജിയുടെ ഫാമിലിയിലേക്ക് നമ്മൾ എത്തിച്ചു. ഷീല പ്രഭുജിയെ നമുക്ക് തന്നു, ഗുരുവിനെ നമുക്ക് തന്നു, ഭാഗവതം തന്നു, ഭഗവത്ഗീതയുണ്ട്, ഹരിനാമമുണ്ട്. ഇനി എന്ത് വേണം? അമ്പലങ്ങളുണ്ട്. ഇനി എന്താണ് വേണ്ടത്? എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അദ്ദേഹം പറയുന്നതനുസരിച്ച്, ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച്, ഗുരു സാധു ശാസ്ത്രം പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആധ്യാത്മിക പുരോഗതിയുടെ ഭാഗത്ത് ആധ്യാത്മിക പുരോഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. മാത്രമല്ല അൾട്ടിമേറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്? ഭഗവാന്റെ ആ ഇന്നർ സർക്കിളിലേക്ക് നമ്മൾ വരുന്നു. ഭഗവാന്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും ആ പൊസിഷൻ? ഈ ഒരു പൊസിഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? ആഗ്രഹിക്കേണ്ടത് അറ്റ്ലീസ്റ്റ്. ആ ആഗ്രഹം മാത്രം പോരാ, ആഗ്രഹം ആദ്യം വേണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. അപ്പൊ നമ്മുടെ പ്രയത്നത്തിന്റെ ആത്മാർത്ഥത അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഭഗവാന്റെ കാരുണ്യം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സുഹൃതം സർവഭൂതാനാം. എല്ലാവരെയും അദ്ദേഹം സുഹൃത്തായിട്ട് കാണുന്നു. സമൂഹം സർവഭൂതേഷു, എല്ലാവരെയും ഒരേപോലെ. എല്ലാവർക്കും ഭഗവാന്റെ മഹാകാരുണ്യം ഉണ്ട്. പക്ഷെ അത് ഏറ്റുവാങ്ങാനുള്ള പാത്രം എല്ലാവരുടെയും ഒരേപോലെയല്ല. അതാണ് വ്യത്യാസം. ചിലവരുടെ പാത്രം ഓട്ടയുണ്ടാവില്ല, അതുകൊണ്ട് വരുന്നത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ സാധിക്കുന്നു. ചിലവരുടെ പാത്രത്തിൽ ഒരു ഓട്ടയുണ്ടാവും, ചിലവരിൽ 2 ഓട്ടയുണ്ടാവും, ചിലവരിൽ 10 ഉണ്ടാവും, 100 ഉണ്ടാവും, 1000 ഓട്ടയുണ്ടാവും. 1000 ഓട്ടയുള്ളത് എന്തായിരിക്കും? മെർസി വരും, കാരുണ്യം വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓട്ട എപ്പോഴാണ് വരുന്നത്?
നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നതനുസരിച്ച് ഗുരു സാധു ശാസ്ത്രം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് മഹാകാരുണ്യം വരുന്നു. പക്ഷെ അത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എപ്പോഴാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? ഗുരു സാധു ശാസ്ത്രം പറയുന്നത് നമ്മൾ വിശ്വസിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ. അങ്ങനെയാകുമ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും. തീർച്ചയായിട്ടും അതോടുകൂടി അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സഹായിക്കുന്നു. ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. അദ്ദേഹം അതിനുവേണ്ടി മുന്നോട്ട് വരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അദ്ദേഹം അത് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഭക്തർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തും, ഏത് ലെവലിലേക്കും. ഞാൻ താഴെ വരണോ മുകളിലേക്ക് പോകണോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം. അതാണ് ഭഗവാന്റെ മഹാകാരുണ്യം. സോ ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് വരാൻ നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जय, जगत गुरु शिला प्रभुपाद की जय, गौर भक्त वृंद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय, जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू. ഹരേ കൃഷ്ണ. थैंक यू. हरे बोल. हरे कृष्णा प्रणाम ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्णा प्रभु थैंक यू प्रभु ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्णा प्रणाम. हरे कृष्ण. ഹരേ കൃഷ്ണ प्रभु प्रणाम प्रभु പ്രഭു. कृष्णा प्रभु सादर ഹരേ प्रणाम കൃഷ്ണ പ്രഭു. പ്രണാം. हरे कृष्ण. प्रणाम. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्णा हरे प्रणाम कृष्ण. प्रभु ഹരേ കൃഷ്ണ. प्रणाम. हरे कृष्ण. हरे कृष्ण प्रभु जी प्रणाम. हरे कृष्ण. प्रणाम. हरे कृष्णा प्रभु जी प्रणाम प्रभु जी हरे कृष्णा ഹരി ബോൾ. ഹരേ കൃഷ്ണ. പ്രണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ചോദിക്കാനോ ഷെയർ ചെയ്യാനോ എന്തെങ്കിലും പറയാം. हरे कृष्णा प्रभु दंडवत प्रणाम. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु കേൾക്കോ? കേൾക്കാം, പറയൂ. പ്രഭു ക്ലാരിഫിക്കേഷൻ ആണ്. പ്രഭു ഇതിനകത്ത് പറയുന്നുണ്ട് ഭീഷ്മ ബാക്ക് ടു വൈകുണ്ഠ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ അദ്ദേഹം ശുദ്ധ ഭക്തനാണ്, പ്യുവർ ഡിവോട്ടി ഓഫ് ദ ലോർഡ്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് നമ്മളെ ഗോലോക വൃന്ദാവനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവം എന്തായിരുന്നു പ്രഭു? വൈ ഈസ് നോട്ട് ഗോൺ ബാക്ക് ടു ഗോലോക എന്നുള്ളൊരു പലയിടത്തും അതിങ്ങനെ സ്പെസിഫൈ ചെയ്യാറില്ല. എപ്പോഴുമേ വൈകുണ്ഠ ബാക്ക് ടു വൈകുണ്ഠ എന്നുള്ളതാണ് നമ്മൾ പർപ്പോർട്സിലും പലയിടങ്ങളിലും കാണാറുള്ളത്. അപ്പം ശുദ്ധഭക്തി എന്ന്, അതായത് പ്രേമഭക്തി മാത്രമുള്ളവരെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹവും പ്യുവർ ഡിവോഷൻ ആണ്, പ്യുവർ ഡിവോട്ടി, മഹാജൻ, അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹം ശ്രേയസാണ്. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു അല്ലെങ്കിൽ ലവിങ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് ഇതാകുന്നില്ലേ? ഇല്ലേ ഇത് വേറെ എന്തെങ്കിലും ഒരു മൂഡിലാണോ പ്രഭു? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഭീഷ്മപിതാമഹന്റെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഭീഷ്മപിതാമഹൻ ദാസ്യഭാവത്തിലായിരുന്നു എന്നുള്ളത്. സോ ദാസ്യഭാവത്തിന്റെ അൾട്ടിമേറ്റ് മാത്രമല്ല, അദ്ദേഹം വിഷ്ണുവിന്റെ നാരായണന്റെ ഭക്തനും കൂടിയായിരുന്നു. സോ വിഷ്ണു സഹസ്രനാമം വന്നിട്ടുള്ളതും ആരുടെ തിരുമുഖത്തിൽ നിന്നാണ്? ഭീഷ്മപിതാമഹന്റെ. ദാസ്യഭാവമാണ്. ദാസ്യഭാവം പ്രിഡോമിനന്റ്ലി ഏറ്റവും കൂടുതലുള്ളത് വൈകുണ്ഠ ലോകങ്ങളിലാണ്. അപ്പോൾ ശ്രീമൻ നാരായണനാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടദേവൻ. അദ്ദേഹം അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ദാസ്യഭാവത്തിലാണ് അദ്ദേഹം. പിന്നെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്, ഓഫ് കോഴ്സ്, വൈകുണ്ഠം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. വൈകുണ്ഠം എന്ന് പല സ്ഥലങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും, അത് ഗോലോക വൃന്ദാവനമാവാം, അയോധ്യ ആവാം, ഏത് ആധ്യാത്മിക ലോകത്തിൽ എന്തും ആവാം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഒരു റെൽമാണ് ബേസിക്കലി. അതായത് ആധ്യാത്മിക ലോകത്തെ ചില സമയങ്ങളിൽ ശാസ്ത്രങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നു വൈകുണ്ഠം എന്ന് പറയുന്നു. ഒരു റെൽമാണത്. വൈകുണ്ഠ റെൽം എന്ന് പറഞ്ഞാൽ അതില് ഗോലോകമുണ്ട്, നാരായണൻ ഇരിക്കുന്ന സ്ഥലമുണ്ട്, ബാക്കി വിഷ്ണുമൂർത്തികളുടെ ഓരോരുത്തരുടെയും വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്, അതെല്ലാം വരുന്നുണ്ട് ആക്ച്വലി.
എന്നാൽ Fine. അപ്പൊ അതൊരു ഇൻഫർമേഷൻ ആണ്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഭീഷ്മപിതാമഹന്റെ കാര്യമാണെങ്കിൽ ക്ലിയർലി പറയുന്നുണ്ട് ദാസ്യഭാവത്തിലാണ് എന്നുള്ളതും അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തനാണ് എന്നുള്ളതും പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹം അവിടേക്കാണ് പോയിട്ടുണ്ടാവുന്നത്. Fine, Prabhu. Thank you so much, Prabhu. Thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. അപ്പോ വൈകുണ്ഠ ലോകത്ത് പോയ അവിടെ നമ്മുടെ പുണ്യം തീർന്ന വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നത് ഉള്ളതാണോ? ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിൽ നിന്ന് ആരും തിരിച്ചു വരാൻ പോകുന്നില്ല. വൈകുണ്ഠത്തിൽ പുണ്യമായിട്ട് ഒരു ബന്ധവുമില്ല. പുണ്യം നമ്മൾ അങ്ങനെ പറയുന്ന ആധ്യാത്മിക തലത്തിലുള്ള പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടെ നടക്കുന്ന സാധാരണ പുണ്യമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. രണ്ട് കാര്യം. നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം വിട്ടു നമ്മൾ വൈകുണ്ഠങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഈ പുണ്യമൊക്കെ എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിനകത്ത് കിടക്കുന്ന സംഭവമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പുണ്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ സ്വർഗലോകത്തിലേക്ക് പോവാം. സ്വർഗലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരും. അതാണ് ഈ തിരിച്ചു വരുന്ന കാര്യം പറയുന്നത്. ക്രെഡിറ്റ് കഴിയുമ്പോൾ അതായത് നമ്മുടെ കയ്യിൽ ബാങ്കിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ആ കാർഡും കൊണ്ട് ATM കാർഡും കൊണ്ട് നമ്മൾ പോകുന്നു. അത് ആ പുണ്യത്തിന്റെ ക്രെഡിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു പോരും. ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠം അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല നമുക്ക്. ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമമ ഭഗവാൻ പറയുന്നു. അതല്ലേ പ്രഭുജി പറഞ്ഞത് ഗോലോക വൃന്ദാവനം അല്ലേ? ഗോലോക വൃന്ദാവനമാണെങ്കിലും വൈകുണ്ഠമാണെങ്കിലും ഇതെല്ലാം ആധ്യാത്മിക ലോകത്തിന്റെ ഭാഗമാണ്. ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലേക്ക് വീഴുന്ന പ്രശ്നം വരുന്നില്ല. മുമ്പ് കേട്ടത് ഇങ്ങനെയാണ്, ഗോലോക വൃന്ദാവനത്തിൽ പോയാൽ തിരിച്ചു വരില്ല, വൈകുണ്ഠ ലോകത്ത് പോയാൽ നമ്മുടെ പുണ്യം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന കേട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇല്ല, ഐ എം സോറി, അത് അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ ഇതുവരെ ശാസ്ത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടില്ല. എനിക്ക് തീർച്ചയായിട്ടും അത് ഒരു പ്രഭുപാദജി തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 100% നമുക്ക് വിശ്വസിക്കാം ആ കാര്യം. അതായത് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്യോതിയിലേക്ക് പോകുന്ന കാര്യം, അവിടുന്ന് താഴോട്ട് വരുന്ന കാര്യം പറയുന്നുണ്ട്. ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിന്റെ തുടക്കമാണ്. കാര്യം അവിടുന്ന് വരുന്നു എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭഗവാനെ നേരിട്ട് ഭഗവാന് രൂപമുണ്ട് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകളല്ല അവര് പോകുന്നത്. അത് അവിടെ പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. സായുജ്യ മുക്തിയാണ് കിട്ടുന്നത്. അവിടെ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സായുജ്യ മുക്തിയിൽ ഇരിക്കാൻ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ബിക്കോസ് അവിടെ ഒരു സേവനമില്ല, സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അങ്ങനെ ചില ആളുകൾ ചിലപ്പോൾ അവർക്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് പോകുന്നു. ചില ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ശാസ്ത്രങ്ങൾ. അതും ഒരുപക്ഷെ മാത്രം. ഇനി പക്ഷേ വൈകുണ്ഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ഇല്ല. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ചാൽ യത് ഗത്വാന നിവർത്തന്തേ, തിരിച്ചു വരുന്ന പ്രോബ്ലം ഇല്ല. നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് പോകട്ടെ, സ്വർഗമാവട്ടെ, ബ്രഹ്മാവിന്റെ ലോകമാവട്ടെ, ആ ബ്രഹ്മ ഭുവനാലോകെ പുനരാവർത്തിനോ അർജുന. ബ്രഹ്മാവിന്റെ ലോകമാണ് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലാനറ്റ്. അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരും. സ്വർഗം എന്ന് പറയുന്നത് അതിന്റെ കുറെ താഴെ വരുന്നതാണ്. സ്വർഗം ഭൂമണ്ഡലം കഴിഞ്ഞൊരു 3 പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ മുകളിലുള്ള സ്വർഗലോകമായി ഈ ഇന്ദ്രനും ചന്ദ്രനും അവരൊക്കെ ഉള്ള സ്ഥലം. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരും, 100% തിരിച്ചു വരും. പുണ്യം ചെയ്യുന്നവര് പോകുന്നത് അവിടേക്കാണ്. സ്വർഗത്തിലേക്ക് പോയി എൻജോയ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും മർത്യലോകത്തിലേക്ക് അവർക്ക് വരേണ്ടി വരും. ഓക്കെ പ്രഭു, ഈ അറിവ് തന്നതിൽ വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇത് എല്ലാവരെയും സംശയമായിരുന്നു. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നായിരുന്നു, വൈകുണ്ഠത്തിൽ പോയ നമ്മുടെ കർമ്മം ക്ഷയിക്കുമ്പോ തിരിച്ചു പോരും എന്നാണ് മനസ്സിലാക്കി വെച്ചിരുന്നത് ഇത്രയും കാലം. ഹരേ കൃഷ്ണ പ്രഭുജി. വൈകുണ്ഠം എന്ന് പറയുന്നത് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ആരും വീഴുന്നു എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന പ്രശ്നമേ ഇല്ല. അവിടേക്ക് പോകണമെങ്കിൽ എത്ര ക്വാളിഫിക്കേഷൻ വേണം, നമുക്ക് എത്ര ക്രെഡിറ്റ് വേണം നമ്മുടെ കയ്യില്. ആധ്യാത്മിക ക്രെഡിറ്റോട് കൂടി നമ്മൾ അവിടെ പോകുന്നു, പിന്നെ നമുക്കൊരു തിരിച്ചുവരവില്ല. ഓക്കെ. ഹരേ കൃഷ്ണ. അവിടേക്ക് പോകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ. ഹരേ കൃഷ്ണ.
Okay, thank you. Thank you so much, Okay, Prabhu. Hare Krishna. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻഡ് ചെയ്യാലോ മാതാജി അല്ലേ? Yes, Prabhu. Yes, Prabhu. Hare Krishna. നാളെ 5 മണി. ഇവിടെ എന്തോ പ്രഭു നാളെ. ഓക്കെ, എനിക്ക് രാത്രി എനിക്ക് രാത്രി 11:15 ഇവിടെ. എനിക്ക് നാളെയാണ്. ഇനി നാളെ 7:30-ക്കാണ്. അപ്പോൾ 6 മണിക്കൂർ എഴുന്നേറ്റ് ചൈതന്യ ചരിതാമൃതം എഴുന്നേൽക്കുക, ചൈതന്യ ചരിതാമൃതം. താങ്ക് യു. സോറി പ്രഭു, ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നു പ്രഭുവിനെ. സോറി. നോ പ്രോബ്ലം. ഭഗവാന് വേണ്ടി ഭഗവാന്റെ സംസിദ്ധിർ ഹരിദോഷണം. Thank you. Vancha kalpatarubhascha kripa sindhuvascha patitanam pavanebhyo vaishnavebhyo namo. Srila Prabhupada ki jai. Granthara Srimad Bhagavatam ki jai. Gaura Premanande. Hari Krishna. Thank you. Hare Krishna. Thank you, Prabhuji.